ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കാണിക്കുന്ന ക്രാഫ്റ്റ് നമ്മൾ ഫുഡൊക്കെ പാർസൽ വാങ്ങിക്കുന്ന സമയത്തുള്ള ഡിസ്പോസിബിൾ ഫോയിൽ പ്ലേറ്റ് ഉണ്ടാവുമല്ലോ, അത് വെച്ചിട്ടുള്ള ഒരു റീയൂസ് ഐഡിയ ആണ്. അപ്പോൾ ആദ്യം അത് ഇതുപോലെ ഇങ്ങനെ റാൻഡായിട്ട് കുറച്ച് പീസ് കീറിയെടുക്കുക. എന്നിട്ട് ഇത് ശരിക്കും നന്നായിട്ട് ചുരുട്ടിയെടുക്കുക. അത്യാവശ്യം പ്രസ് ചെയ്തിട്ട് ചെറിയ കല്ല് പോലെ ചുരുട്ടിയെടുക്കുക. നമ്മൾ എന്തായാലും ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ഈ ഫോയിൽ പ്ലേറ്റ് നമ്മൾ ഒഴിവാക്കുക ചെയ്യാം. അപ്പോൾ ഒരു 3 പ്ലേറ്റ് ഇതുപോലുള്ള പ്ലേറ്റ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ക്രാഫ്റ്റ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ അതുപോലെ നന്നായിട്ട് ചുരുട്ടിയെടുത്തിട്ടുള്ള കുറച്ച് ബോൾസാണിത്. ഇനി നമ്മുടെ കേക്ക് വാങ്ങുന്ന സമയത്ത് അടിയിൽ കിട്ടുമല്ലോ ഒരു ട്രേ, ആ ട്രേ ആണിത്. അപ്പോൾ അതിൻ്റെ ഒരു താഴ്ഭാഗത്ത് ഈ ഫോയിലിൻ്റെ ബോളുകൾ ഒട്ടിച്ചു കൊടുക്കുക. ഈ ബോൾസ് വലിയ പീസുകളൊക്കെ ഇങ്ങനെ താഴോട്ട് വരുന്ന രീതിയിലും ചെറുതായിട്ടുള്ള കുറച്ച് സൈസിൽ വ്യത്യാസമുള്ളത് സൈഡിലേക്കും മുകളിലേക്കൊക്കെ വരുന്ന രീതിയിലാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. കാരണം ഒരു പാറക്കെട്ട് അതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുപോലെ ഒട്ടിച്ചെടുക്കാം. എന്നിട്ട് ഒരു പെൻസിൽ എടുത്തിട്ട് നമ്മളൊരു പിക്ചർ ഒന്ന് വരച്ചു കൊടുക്കണം, ഒരു ട്രീയുടെ ഷേപ്പിൽ. അത് ഒന്ന് റഫായിട്ടൊന്ന് വരച്ചു കൊടുക്കാം. ഇനി പെൻസിൽ കൊണ്ട് വരച്ച് കഴിഞ്ഞതിന് ശേഷം ഫെവിക്കോൾ കൊണ്ട് ജസ്റ്റ് അതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് റഫായിട്ട് വരച്ചു കൊടുക്കുക. അങ്ങനെ ആ ഒരു ഷേപ്പിൽ കറക്റ്റ് വരച്ച് അതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് വരച്ചു കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, ക്ലേ എടുത്തിട്ട്, ക്ലേ മിക്സ് ചെയ്യുന്നത് ഞാനിതിൽ കാണിച്ചിട്ടില്ല, കാരണം നമുക്ക് അത് ഒരുവിധം ആളുകൾക്കൊക്കെ അറിയുന്ന സംഭവമാണ്. മാത്രമല്ല ഇതിന് മുന്നുള്ള വീഡിയോസിൽ ഒരുപാട് തവണ ഞാൻ കാണിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ ക്ലേ നല്ല തിന്നായിട്ട് ഒരു കയറുപോലെ അത്രയൊക്കെ നൈസായിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കുക. എന്നിട്ട് ഈ ഫെവിക്കോളിൻ്റെ മുകളിൽ കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇനി ആ ട്രീയിൽ ചെറിയൊരു ഊഞ്ഞാൽ തൂങ്ങിയിരിക്കുന്നത് പോലെയാണ് ചെയ്യുന്നത്. അതിന് ഞാൻ 2 ഈർക്കിൾ കഷ്ണം എടുത്തിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ക്ലേ വെച്ച് ചെയ്താലും മതി. അതുപോലെ തന്നെ അതിൻ്റെ സൈഡിലേക്ക് ഒരു വേലിയുടെ ചെറിയൊരു പോർഷനുണ്ട്, അതും ഈർക്കിൾ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഇനി ഇതെല്ലാം ഒട്ടിച്ച് കഴിഞ്ഞാൽ ഞാൻ വത്തക്കൻ്റെ കുരു ഉണ്ടല്ലോ, അത് 2-3 തവണ കഴുകിയിട്ട് 3 ദിവസം പ്ലേറ്റിലിട്ട് അവിടെ ഡ്രൈ ആകാൻ വേണ്ടി വെച്ചതാണ്. വെയിലത്തൊന്നും വെച്ചില്ല. വെയിലത്ത് വേണമെങ്കിൽ വെച്ചിട്ടൊന്ന് ഉണക്കിയെടുത്താലും മതി. അത് ജസ്റ്റ് ലീഫ് പോലെ ഈ ഇതിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ തണ്ണിമത്തന് വത്തക്ക എന്നാണ് പറയുന്നത്. ഓരോ നാട്ടിലും ഓരോ പേരായിരിക്കും. സംഭവം വത്തക്കയും ഈ തണ്ണിമത്തനൊക്കെ സെയിം തന്നെയാണ്. അതിൻ്റെ വിത്താണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഒന്നുകൂടെ അങ്ങനെ പറഞ്ഞത്. ഇനി നന്നായിട്ട് ഒക്കെ ഉണങ്ങിയതിന് ശേഷം ബ്ലാക്ക് അക്രിലിക് കളർ ഉപയോഗിച്ചിട്ട് മുഴുവനായിട്ടൊന്ന് പെയിൻറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇനി ബ്ലാക്കൊക്കെ അടിച്ചു കൊടുത്ത് ഉണങ്ങിയതിന് ശേഷം ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് മെറ്റാലിക് കളറാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ മെറ്റാലിക് കോപ്പറാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ എല്ലാത്തിനും മെറ്റാലിക് ഷെയ്ഡ് വരുന്നത് തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. സാധാ അക്രിലിക് കളർ യൂസ് ചെയ്തിട്ടില്ല. ഇനി നമ്മൾ ഈ ബ്ലാക്ക് കളർ കൊടുക്കാതെ ഡയറക്റ്റായിട്ട് ഇപ്പോൾ ട്രീക്കും അതുപോലെ വെള്ളത്തിനൊക്കെ ബ്ലൂ കളർ അങ്ങനെയും ചെയ്യാം. അതിപ്പോൾ ഞാനൊരു ആൻറ്റിക് ടൈപ്പ് ഷോ പീസാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഫസ്റ്റ് മുഴുവനായിട്ട് ബ്ലാക്ക് കൊടുത്തിട്ടുള്ളത്. ഇനി ആ പാറക്കല്ലിൻ്റെ മുകളിലേക്ക് അതിൻ്റെ ആ ഒരു തിളക്കം കിട്ടാൻ വേണ്ടി വൈറ്റും ഗ്രീനും കൂടെ ഉള്ളൊരു മിക്സ് ജസ്റ്റ് അതിൻ്റെ മുകളിലൊന്ന് ചെറുതായിട്ടൊന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുഴുവനായിട്ട് പെയിൻറ്റ് ചെയ്തു. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ആദ്യമായിട്ട് വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല ഞാൻ ഈ പാർസൽ ബോക്സിൻ്റെ മറ്റൊരു റിയൂസ് ഐഡിയയും കൂടി ഇടുന്നതായിരിക്കും. നല്ലൊരു അടിപൊളി ഷോ പീസാണ്. അപ്പോൾ എല്ലാവരും കാണണം. അതുപോലെ തന്നെ വീഡിയോസിന് എല്ലാവരും കമൻറ്റ് ചെയ്യുക, കാരണം നിങ്ങളുടെ കമൻസാണ് നമുക്ക് ഏറ്റവും വലിയ പ്രചോദനം. ഇനി ഞാനിതെല്ലാം പെയിൻറ്റ് ചെയ്ത് ഉണങ്ങിയതിന് ശേഷം ഡബിൾ സൈഡ് ടാപ്പ് വെച്ചിട്ട് അതിൻ്റെ പുറകിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ചുമരിൽ സ്റ്റിക്ക് ചെയ്യാം. കാരണം ഒട്ടും വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ പൊളിഞ്ഞ് വീഴൊന്നുമില്ല, അവിടെ ഒട്ടിക്കിടന്നോളും. അപ്പോൾ ഇതുപോലുള്ള നല്ല ഐഡിയയുമായി നമുക്ക് വീണ്ടും കാണാം.
ബൈ.